വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി അണുബോംബും ഹൈഡ്രജൻ ബോംബുമായി എല്ലാം രംഗത്തെത്തുമ്പോൾ അദ്ദേഹം പറയുന്നതൊന്നുണ്ട്. ഇന്ത്യയിലെ ജൻസി കുട്ടികൾ, സമൂഹം ഉണരുക, ഇന്ത്യയിൽ ജനാധിപത്യത്തെ തിരിച്ചു കൊണ്ടുവരണം. അങ്ങനെ അദ്ദേഹം നിരന്തരം പറയുന്നത് കേട്ടു. അങ്ങനെ അദ്ദേഹം ഒരു കലാപമാണ് ലക്ഷ്യമിടുന്നത്. ആ കലാപം നാം നേപ്പാളിൽ കണ്ടു. അതോടൊപ്പം തന്നെ മറ്റ് നാടുകളിൽ ബംഗ്ലാദേശിൽ കണ്ടു. ഇടക്കാലത്ത് ലഡാക്കിലും കണ്ടു. അപ്പോൾ ലഡാക്കിൽ മാത്രമല്ല, ലഡാക്കിൽ എന്ന പ്രക്ഷോഭത്തിന്റെ പശ്ചാത്തലത്തിൽ 3-4 പേർ മരണപ്പെടുകയും ചെയ്തു. അത് ലഡാക്കിൽ സംഭവിച്ചത് ഇന്ത്യയിൽ ഉടനീളം അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ മണ്ടത്തനങ്ങൾ വിളിച്ചു പറഞ്ഞ ശേഷം, ഈ പൊട്ടത്തനങ്ങൾ വിളിച്ചു പറഞ്ഞ ശേഷം, അദ്ദേഹം പൊട്ടത്തനങ്ങളും മണ്ടത്തനങ്ങളും എന്ന് ഞാൻ പറയാൻ കാരണം, അദ്ദേഹം പറയുന്നത്, ഞാൻ പറയുന്നത് എനിക്ക് അതിൽ വാസ്തവമുണ്ടെങ്കിൽ, അതിൽ തെളിവുകൾ ഉണ്ടെങ്കിൽ ഞാൻ കോടതിയെ സമീപിക്കണം. അതിനെതിരെ നടപടിയെടുക്കാൻ ഇന്ത്യൻ ജനാധിപത്യത്തിൽ, ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ അത് സുപ്രീം കോടതിയെ സമീപിക്കണം. എന്തുകൊണ്ട് ഈ രാഹുൽ ഗാന്ധി ഈ പൊട്ടത്തനമെന്നുള്ള ചിന്ത ഉള്ളത് കൊണ്ടല്ലേ ഈ നീക്കത്തിന് തയ്യാറാകാത്തത്? തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുന്നില്ല, സുപ്രീം കോടതിക്ക് പരാതി നൽകുന്നില്ല. പിന്നെ ഇദ്ദേഹത്തിന് ആരെയാണ് വിശ്വാസം? ഇദ്ദേഹത്തിന്റെ ഇറ്റലി സൗഹൃദങ്ങളെയാണോ അതോ മലേഷ്യൻ സൗഹൃദങ്ങളെയാണോ? ആ വിഷയത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അതിനിടയിൽ എന്തായാലും രാഹുൽ ഗാന്ധി ആഗ്രഹിച്ച ആ ജൻസി കലാപം നമ്മുടെ സമീപ പ്രദേശത്ത് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അത് പാക് അധിനിവേശ കാശ്മീരിലാണ്. വലിയ രീതിയിലുള്ള ജൻസി കലാപം അവിടെ ആരംഭിച്ചിട്ടുണ്ട്. പാക് സർക്കാരിനെതിരെയാണ്. അത് ഇങ്ങനെയാണ്: നേപ്പാളിലും ബംഗ്ലാദേശിനും പിന്നാലെ തന്നെ ജൻസി കലാപം പാകിസ്ഥാനിലും ആരംഭിച്ചിരിക്കുകയാണ്. അവിടെയുള്ള വിദ്യാർത്ഥികളുടെ അവകാശം നേടിയെടുക്കുവാൻ വേണ്ടിയാണ് ചൊവ്വാഴ്ച മുസഫറാബാദിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും കോളേജിൽ നിന്നും ഈ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത്. ഫീസ് വർധനവ് അടക്കമുള്ള പരാതികൾ പരിഹരിക്കണമെന്ന് കാട്ടി സമാധാനപരമായി തുടങ്ങിയ പ്രക്ഷോഭമാണ് ഇപ്പോൾ വലിയ രീതിയിൽ സംഘർഷത്തിലേക്ക് മാറിയിരിക്കുന്നത്. അവിടുത്തെ പ്രധാനമന്ത്രി ഷെരീഫ് ഭരണകൂടത്തിനെതിരെയും സൈനികർക്കുമെതിരെയാണ് ഈ വിദ്യാർത്ഥികൾ ഈ പ്രക്ഷോഭവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അവിടെയുള്ള പാക് അധിനിവേശ കാശ്മീരിലെ വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കുമെല്ലാം അവസാന ഘട്ടത്തിൽ ബുദ്ധി ഉദിച്ചിരിക്കുകയാണ്. കാരണം എല്ലാ കാലത്തും പാകിസ്ഥാൻ ആ നാടിനെ കണ്ടിരുന്നത്, പാക് അധിനിവേശ കാശ്മീരിനെ കണ്ടിരുന്നത് ഭീകരവാദം വളർത്താനുള്ള ഒരു ഭൂമിയായി മാത്രമാണ്, പ്രദേശമായി മാത്രമാണ് അവിടെ കണ്ടിരുന്നത്. തങ്ങളുടെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് കിട്ടുന്ന പണം മുഴുവൻ ഈ പാക് അധിനിവേശ കാശ്മീരിൽ ഉപയോഗിച്ച് അവിടുത്തെ യുവാക്കളെ ഭീകരവാദം പഠിപ്പിച്ച്, മദ്രസയിലൂടെ ഭീകരവാദം പഠിപ്പിച്ച് ഇന്ത്യയിലേക്ക് കടത്തിവിടുകയും പിന്നീട് ഇന്ത്യൻ സൈനികർക്ക് മുന്നിൽ അവർ മരണപ്പെടുകയും ചെയ്യും. അത് തുടർച്ചയായ സംഭവമാണ്. അതിൽ നിന്നും തങ്ങൾക്കും ജീവിക്കണം, തങ്ങൾക്കും പഠിക്കണം എന്ന ചിന്തയിലേക്ക് ആ യുവാക്കൾ, ജൻസി തലമുറ മാറി ചിന്തിച്ചതിന്റെ തെളിവാണ് ഇന്ന് പാക് അധിനിവേശ കാശ്മീരിൽ കാണുന്നത്. അങ്ങനെ ഒരു നീക്കം എന്തായാലും നല്ല കാര്യമാണ്. പക്ഷെ ഈ രാഹുൽ ഗാന്ധിയെങ്കിലും ചിന്തിക്കാത്തത് എന്താണ്? നമ്മുടെ ഭാഗമായി നിന്ന പാകിസ്ഥാനിൽ ഈ രാഹുൽ ഗാന്ധി ഇപ്പോൾ പല ഇത്തരം ജിഹാദികൾക്കെല്ലാം വലിയ രീതിയിൽ പിന്തുണ നൽകുന്നുണ്ടല്ലോ. ആ ജിഹാദികൾ ഭരിച്ചു മുടിക്കുന്ന ഒരു നാട്. അപ്പോൾ അങ്ങനെ ഒരു നാടിനെയാണോ രാഹുൽ ഗാന്ധി ഇവിടെ സ്വപ്നം കാണുന്നത്? ഇപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നത് നാം പൂർണ്ണമായി തന്നെ വിശ്വസിക്കാം. അദ്ദേഹം പറയുന്നത് പൂർണ്ണമായി വിശ്വസിക്കാം. പക്ഷെ എന്തുകൊണ്ട് ഇദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുന്നില്ല, സുപ്രീം കോടതിയെ സമീപിക്കുന്നില്ല? അതോടൊപ്പം ഇദ്ദേഹം കൃത്യമായ തെളിവുകൾ എന്തുകൊണ്ട് ഹാജരാക്കുന്നില്ല? എന്തായാലും അതുമായി ബന്ധപ്പെട്ട അദ്ദേഹം ഒരു കലാപം, ഞാൻ തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കലാപം അദ്ദേഹം ലക്ഷ്യമിട്ടെങ്കിൽ അങ്ങനെയുള്ള കലാപമല്ല. നിങ്ങൾ പാക് അധിനിവേശ കാശ്മീരിലെയും പാകിസ്ഥാനിലെയും യുവാക്കളോട് സംസാരിക്കണം. അവിടെ ഇന്ന് പട്ടിണിയും പരിവട്ടുമാണല്ലോ. ഭീകരവാദ പ്രവർത്തനങ്ങൾ, ജിഹാദികൾക്ക് വേണ്ടി പൂർണ്ണമായി ആ സർക്കാരുകൾ വഴങ്ങുമ്പോൾ എന്ത് സംഭവിക്കുന്നുവെന്ന് അവിടുത്തെ ജനങ്ങളിൽ നിന്നും മനസ്സിലാക്കണം. ഇന്ത്യയുടെ ജനാധിപത്യത്തെ കുറിച്ച് നിങ്ങൾ അവിടെ പോയി പഠിക്കണം. കാരണം പാകിസ്ഥാനിൽ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അവിടെ യുവാക്കൾക്കും സ്ത്രീകൾക്കും സാധാരണക്കാർക്കും എത്രത്തോളം സ്വാതന്ത്ര്യമുണ്ട് എന്ന്. ഇന്ന് നിങ്ങൾ ഭരണഘടനയും ഉയർത്തി ഇന്ത്യയിൽ നിന്നും പ്രസംഗിക്കുകയാണല്ലോ, ഇന്ത്യയിൽ ജനാധിപത്യം തകർന്നു, അതോടൊപ്പം തന്നെ ഇവിടെ ഫാസിസ്റ്റ് ഭരണമാണ് എന്ന രീതിയിൽ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ പാകിസ്ഥാനിൽ പോകണം. എന്ന് പറയുന്നത് ഇപ്പോൾ BJP-ക്കാർ പറയുന്നത് പോലെയല്ല. BJP-ക്കാർ
ഉന്നയിക്കാൻ വേണ്ടി ആരെങ്കിലും അവർക്കെതിരെ പറഞ്ഞാൽ പാകിസ്ഥാനിലേക്ക് പോകൂ എന്ന് പറയുന്നത് പതിവാണ്. നിങ്ങൾ പഠിക്കാൻ പോകണം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പഠിക്കണം. എവിടെയാണ് ഫാസിസ്റ്റുകൾ നിലനിൽക്കുന്നത്, എവിടെയാണ് ഈ മതഭരണം നിലനിൽക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഈ രാഹുൽ ഗാന്ധി BJP വിമർശിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ വിജയിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ അവർ ഈ ഭരണത്തിൽ നിന്നും മാറാതിരിക്കുന്നുണ്ടോ? അതാണല്ലോ തുടർച്ചയായി ഭരണം നടത്തി തങ്ങൾ തോറ്റാലും തെരഞ്ഞെടുപ്പില്ല, ചക്രം തിരിക്കാൻ അവസരം നൽകില്ല, പ്രതിപക്ഷത്തിന് സംസാരിക്കാൻ അവസരം നൽകില്ല എന്ന രീതിയിലെല്ലാം നീക്കങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ. ആ നീക്കങ്ങൾ എന്തെങ്കിലും ഇന്ത്യയിൽ ഉണ്ടാകുന്നുണ്ടോ? നിങ്ങൾ ഇപ്പോൾ BJP ഭരണം നടത്തിയിരുന്ന കർണാടകയിൽ തോൽക്കുമ്പോൾ മാറുകയാണ്. ഇപ്പോ തെലങ്കാനയിൽ, ഹിമാചലിൽ അവർ ഭരണം നടത്തിയിരുന്നല്ലോ, തോൽക്കുമ്പോൾ മാറുകയാണ്. ഛത്തീസ്ഗഡിൽ, ജമ്മു കാശ്മീരിൽ, ഇപ്പോൾ ജമ്മു കാശ്മീരിൽ 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞു. അതിനുശേഷം കേന്ദ്ര സർക്കാരിന്റെ ഭരണമാണ് അവിടെ നിലനിന്നത്. BJP അവിടെ വലിയ രീതിയിൽ സർക്കാർ രൂപീകരിക്കാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ സംഭവിച്ചതോ, നിങ്ങളുടെ ഇന്ത്യ മുന്നണിയാണ് അവിടെ വിജയിച്ചത്. അവർ നിങ്ങളുടെ സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചോ? ഇല്ലല്ലോ. നിങ്ങളുടെ സർക്കാരിലെ ഇപ്പോൾ ഭരണം നടത്തുന്നത്. നിങ്ങളുടെ സർക്കാർ വന്നതിന് ശേഷം വലിയ വീഴ്ച ഉണ്ടായില്ലേ? ആ പെഹൽഗാമിൽ അറ്റാക്ക് ഉണ്ടായി. അത് രണ്ടു കൂട്ടരും വീഴ്ച സമ്മതിക്കുന്നില്ല. സംസ്ഥാന സർക്കാർ പറയും ഇത് ഞങ്ങൾ അറിഞ്ഞില്ല, ഇത് കേന്ദ്ര സർക്കാരാണ് നോക്കേണ്ടത്. കേന്ദ്ര സർക്കാർ പറയും ടൂറിസം ആ കേന്ദ്രം തുറന്നത് ഞങ്ങൾ അറിഞ്ഞില്ല, സംസ്ഥാന സർക്കാരാണ് തുറന്നത്. അങ്ങനെ രീതിയിൽ വിമർശനം ഉന്നയിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ വിമർശനം ഉന്നയിച്ച് നിങ്ങൾക്ക് നേരെ ആ കേന്ദ്ര സർക്കാർ നിങ്ങളുടെ സർക്കാരിനെ പിരിച്ചുവിട്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ ജനാധിപത്യമുണ്ട്. ആർക്കും ആരെയും വിമർശിക്കാം. കുളത്തിൽ ചാടാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, കടലിൽ ചാടാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നമ്മെ ഇന്ത്യക്കാരോട് പറയാതെ മലേഷ്യയിൽ ഉൾപ്പെടെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആരെങ്കിലും തടയുന്നുണ്ടോ? നിങ്ങൾ മലേഷ്യയിൽ പോയി ഇനി ഇന്ത്യയിലേക്ക് തിരിച്ചു വരേണ്ടെന്ന് ആരും പറയുന്നില്ലല്ലോ. വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് നരേന്ദ്രമോദിയെ വിമർശിക്കാം. നിങ്ങൾ നരേന്ദ്രമോദി ഡാൻസ് കളിക്കണം എന്ന് പറഞ്ഞില്ലേ, അതിന് പരസ്പര വിമർശനങ്ങൾ ഉന്നയിക്കാം. അപ്പോഴും രാഹുൽ ഗാന്ധി മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ജനാധിപത്യത്തിലൂടെ നിങ്ങൾക്ക് ഈ പാർട്ടിയെ BJP തോൽപ്പിക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾ ബംഗ്ലാദേശിലും നേപ്പാളിലും ഉണ്ടായതുപോലുള്ള ഒരു കലാപത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇവിടെ അവസാനിപ്പിക്കണം. നിങ്ങൾ പ്രവർത്തിക്കൂ, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കൂ. നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയില്ലേ? കാരണം കർണാടകയിലെ സൂചന, കർണാടകയിൽ ശിവകുമാർ എന്ന ശക്തനായ ഒരു നേതാവ് വളർന്നു വന്നപ്പോൾ അദ്ദേഹം പണം ഇറക്കി കളിച്ചപ്പോൾ അവിടെ കോൺഗ്രസിന് വിജയമുണ്ടായി. പിന്നീട് നാം കണ്ടത് തെലങ്കാനയിൽ പാർട്ടി പിന്നീട് തിരിച്ചു വരില്ല എന്ന തോന്നലിലേക്ക് പോയില്ലേ? അവിടെ നിന്നാണല്ലോ കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്നത്. രേവന്ത് റെഡ്ഡി എന്ന പ്രവർത്തിക്കാൻ കഴിവുള്ള, ജനങ്ങൾക്കിടയിൽ ഇറങ്ങി നിൽക്കാൻ കഴിവുള്ള ഒരു നേതാവ് ഉണ്ടായപ്പോൾ നിങ്ങൾക്ക് അവിടെ വിജയമുണ്ടായി. ഇപ്പോൾ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടുന്ന ഹരിയാനയിൽ എന്താണ് സംഭവിച്ചത്? അവിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. ആ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി കസേരയുമായി ബന്ധപ്പെട്ട വലിയ രീതിയിൽ തമ്മിലടി രൂപപ്പെട്ടില്ലേ? അതാണ് നിങ്ങളെ അവിടെ പരാജയപ്പെടുത്തിയത്. മഹാരാഷ്ട്രയിലും പരാജയപ്പെടുത്തിയത് എന്താണ്? തമ്മിലടിയാണ്. നിങ്ങൾ തമ്മിലടിക്കാതെ നിന്ന കർണാടകയിലും തെലങ്കാനയിലും എന്തുകൊണ്ട് ജയിച്ചു? ഹിമാചലിൽ എന്തുകൊണ്ട് ജയിച്ചു? അതിനെക്കുറിച്ചൊന്നും എന്താണ് ഇദ്ദേഹം പറയാത്തത്? സ്വന്തം പാർട്ടിയുടെ വിഷയങ്ങൾ ഇദ്ദേഹം ഉന്നയിക്കുന്നില്ല. ഇദ്ദേഹത്തിന് ആഗ്രഹം എന്തായാലും ഒരു ജൻസി കലാപമാണ്. ഈ ജൻസി കലാപത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെയാണ് നമ്മുടെ സമീപത്ത് കൃത്യമായ ഒരു ജൻസി കലാപം നാം കാണുന്നത്.